നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് CI മാർട്ടിന് ഓഡിറ്റോറിയത്തിലൊക്കെ അരിച്ചു പെറുക്കുവാണ്, എന്തെങ്കിലും തെളിവുകൾ കിട്ടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താവിടെ ഇവിടെയൊന്നും ക്ലീൻ ചെയ്യാറില്ലേ, മൊത്തം ഈച്ചയാണല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ അന്നൊന്ന് ക്ലീൻ ചെയ്താ എന്നാലും വൃത്തിക്കൊക്കെ ചെയ്യേണ്ടിടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരുന്നത്. സാറേ ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI നോക്കി, എടോ താനിത് കൈയും കൊണ്ടാണോ എടുത്തേ, ഇങ്ങനെ തൊണ്ടു മുതൽ കിട്ടി കഴിയുമ്പത്തിനും അത് കൈയും കൊണ്ട് എടുക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചു. തനിക്കെന്നാ ഒട്ടും അറിയില്ല എന്നൊക്കെ ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, ഈ സമയത്ത് സജീവിനോട് ചോദിച്ചു, അവിടുത്തെ മാനേജറോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ആരുടെങ്കിലും ആണോ ഈ മൊബൈൽ എന്ന് ചോദിച്ചു. അല്ല സാറേ എൻ്റെ അല്ലാന്ന് പറഞ്ഞു. ഓ അല്ല ഞങ്ങൾ ഇവിടെ നേരത്തെ വന്ന് പോയതല്ലേ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒന്നും പരിശോധിച്ചൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇല്ല സാറേ. അല്ല ഇവിടെ സെക്യൂരിറ്റിക്കാരനൊന്നും ഇല്ലേ? സെക്യൂരിറ്റിക്കാരനില്ല, ചെറിയ ഓഡിറ്റോറിയം അല്ല സാറേ, അതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ എന്നും വെക്കാറില്ല, പിന്നെ എന്തെങ്കിലും തിരക്കൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ സെക്യൂരിറ്റിക്കാരെ വെക്കാറുള്ളൂ എന്ന് പറഞ്ഞു. മൊത്തത്തിലൊരു ഊടായ്പ മണക്കുന്നുണ്ടല്ലോ, തനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ എന്താ സാറേ, എന്താ കാര്യം? അല്ല ഗംഗാപ്രസാദിന്റെ തിരോധാനമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, പക്ഷേ എങ്കിൽ ഇപ്പോഴെന്താണെങ്കിലും ഒരു മൊബൈൽ തൊണ്ടി മുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. തനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയ്യോ സാറേ എനിക്കൊരു പങ്കുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സെയിം മാറ്റി പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചാടോ, വെറുതെ എങ്ങനെയൊന്ന് പേടിപ്പിക്കും, അത് പോലീസുകാരുടെ സ്ഥിരം രീതിയാ. അപ്പൊ പിന്നെ താൻ പേടിപ്പിച്ച് കഴിയുമ്പോൾ താൻ ചോദിക്കണ്ടേ, സാറേ ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലോന്ന്. അല്ല അത് അതെ ഞാനങ്ങനെ പറഞ്ഞതുള്ളൂ, താൻ എന്നോട് അങ്ങനെ ചോദിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ ഫോൺ കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പല ബന്ധങ്ങളും അറിയാൻ സാധിച്ചേക്കും. അധോലോക ബന്ധങ്ങൾ എന്തേലും ഉണ്ടോ ഈ ഫോണിനകത്തുനിന്ന്, ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോന്ന് അറിയത്തില്ല. വന്നതുകൊണ്ട് എന്തായാലും ഉപകാരമായി, നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറ്റവാളിയിലേക്ക് എത്താനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ CI മാർട്ടിന് സന്തോഷമായി. പിന്നീട് പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ സമയത്ത് കിരണും കല്യാണിയും കൂടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ സരയു അത് കണ്ടു, അവർ രണ്ടുപേരും കൂടെ കാറിലേക്ക് പോയി കയറുന്നേ. ആ സമയത്ത് കല്യാണിയോട് കിരൺ പറഞ്ഞു, അതെ ആ ഏഞ്ചലുടെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ചെയ്യാൻ കിരണേട്ടാ, പിന്നെ അറിയാലോ നയനെ അതുപോലെ തന്നെ ആദർശിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് ഹെൽപ്പ് ചെയ്യണം, അവർ നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. ആ ഇന്റീരിയർ വർക്ക് നടക്കുന്ന സമയത്ത് അത് നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ സരിയും മനസ്സിലോർത്തു, ഇതെന്താ തനിക്കിപ്പോൾ ഇങ്ങനെ, മുമ്പായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന സമയത്ത് തനിക്കൊന്നും തോന്നത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എന്തോ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകുന്ന കാണും മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഒരു പക്ഷേങ്കിൽ കല്യാണ സ്ഥാനത്ത് ഇപ്പൊ താനായിരുന്നു കിരണോടൊപ്പം ഇരിക്കേണ്ടത്, അങ്ങനെയായിരുന്നെങ്കിലോ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു ചിന്ത സരുവിന്റെ മനസ്സിലുണ്ടായി. വല്ലാത്തൊരു കുറ്റബോധം സരുവിനെ വേട്ടയാടുവാണ്. ആ സമയത്ത് CI മാർട്ടിന് ഒരാളെ ചോദ്യം ചെയ്യാണ്ട് വിളിപ്പിക്കണം. അപ്പൊ അയാളുടെ മൂക്കിന്റെ അവിടെയൊക്കെ ബാൻഡേജ് വെച്ചിട്ടുണ്ട്, മൂക്കിന്റെ പാലമൊക്കെ ഇടികൊണ്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു. ഷെരീഫ്. തനിക്ക് എന്താ ജോലി എന്താന്ന് ചോദിച്ചു. പച്ചക്കറി കച്ചവടം സാറേന്ന് പറഞ്ഞു. പച്ചക്കറി കച്ചവടം? താന് ഓഡിറ്റോറിയത്തിലൊക്കെ കൊണ്ട് പച്ചക്കറി കൊടുക്കാറുണ്ടോന്ന് ചോദിച്ചു. കല്യാണ സദ്യക്കൊക്കെ മറ്റും കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ വലിയ കച്ചവടമാണോ അതെനിക്ക്? അത് പിന്നെ ഹോൾസെയിലായിട്ട് റീറ്റെയിലൊക്കെ ആയിട്ടുണ്ട്. ഓ അപ്പൊ ഒരു ബിസിനസ്സുകാരനല്ലേ എടോ. അങ്ങനെ പച്ചക്കറി കൊടുക്കാൻ വന്നപ്പോഴാണോ താൻ ആ ഓഡിറ്റോറിയത്തിന് അവിടെ തന്റെ ഫോൺ കളഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു. അയ്യോ സാറേ ഞാനങ്ങനെ ഒന്നും കളഞ്ഞിട്ട് പോയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കളഞ്ഞിട്ട് പോയിട്ടില്ലെന്നോ? സത്യം പറയടോ, തന്റെ ഫോൺ എന്തിനാ താൻ ആ ഓഡിറ്റോറിയത്തിന്റെ അവിടെ ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചു. അയ്യോ സാറേ എന്റെ ഫോണ് അത് ഒരുത്തൻ അടിച്ചോണ്ട് പോയതാന്ന് പറഞ്ഞു. അടിച്ചോണ്ട് പോയതാന്നോ? എന്താടോ താൻ പറഞ്ഞേ എന്ന് ചോദിച്ചു. വ്യസ്തമായിട്ട് കാര്യങ്ങൾ പറയടോ, താൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അയ്യോ സാറേ വേണ്ട ഞാൻ നിന്നോളാം. എടോ താൻ കുറ്റവാളിയൊന്നും അല്ലല്ലോ, തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചോണ്ട് വന്നേ, അതുകൊണ്ട് പോലീസുകാരുടെ മുന്നിൽ ധൈര്യമായിട്ടിരിക്കാം, പ്രതികളെ മാത്രം ഞങ്ങൾ നിർത്തി സംസാരിപ്പിക്കാറുള്ളൂ. അങ്ങനെ ഒടുവിൽ ഷെരീഫ് അവിടെ ഇരുന്നു. ഇനി പറ വിശദമായിട്ട് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഷെരീഫ് പറഞ്ഞു, സാറേ അത് പിന്നെ താൻ ധൈര്യമായിട്ട് പറഞ്ഞു. പിന്നീട് ഷെരീഫ് ആ കാര്യം പറയണം. ഒരു ദിവസം ബൈക്കിന് പോണ സമയത്ത് ഒരു കോൾ വന്നു. അങ്ങനെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് പോക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാസ്കും തൊപ്പിയും ധരിച്ച് ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നേ. അത് ഗംഗാപ്രസാദായിരുന്നു. ആ വന്നിട്ട് ചോദിച്ചു, ഒരു ലിഫ്റ്റ് വരാമോ, അപ്പുറത്ത് വരെ പോകാനാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഷെരീഫ് പറഞ്ഞു, താമല്ലോ ഓട്ടോയും വിളിച്ചു പോക്കോ, പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പെട്ടെന്ന് പറഞ്ഞു, ദേ പാമ്പെന്ന് പറഞ്ഞു. ആ സമയം ബൈക്കിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു ഞാൻ. പെട്ടെന്ന് ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. പാമ്പാന്ന് പറഞ്ഞപ്പോഴത്തേനും ബൈക്കിൽ ചാടി ഇറങ്ങിയിട്ട് ചുറ്റും നോക്കി, എവിടെയെന്ന് അറിയത്തില്ല പാമ്പ്. ആ സമയത്ത് അവനെന്നെ ഇടിച്ചു സാറേ, മൂക്കിന്റെ പാലം തീർത്ത ഇടി തന്നെ. ആ ഒറ്റ ഇടിയിൽ തന്നെ ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോധം വന്നു കഴിയുമ്പോഴത്തേനും
എൻ്റെ ബൈക്കും ഇല്ലായിരുന്നു, എൻ്റെ ഫോണും അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയായിരുന്നു പറയാ. അതാ ശരിക്കും സംഭവിച്ചു സാറേ. എടോ, എന്നിട്ട് താൻ കംപ്ലൈന്റ് കൊടുത്തില്ലേന്ന് ചോദിച്ചു. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സാറേ, അത് ഈ സ്റ്റേഷനിലല്ല കൊടുത്തേക്കണേന്ന് പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ സമയത്ത് എന്നെ ഷെരീഫിനോട് ചോദിച്ചു, അല്ല അത് ഗംഗാപ്രസാദ് ആണെന്ന് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു. മാസ്കും തൊപ്പിയൊക്കെ വെച്ചോണ്ട് അങ്ങനെ അറിയണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ അവന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ അവന്റെ രീതി ഇതാ, അവനെങ്ങനെ ഇടിക്കും, മൂക്കിനിട്ട് നോക്കിയേ ഇടിക്കുള്ളൂ, അതിന് എക്സ്പേർട്ട് അവന്. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാലും ബോധം വരത്തുള്ളൂ. അപ്പോഴേക്കും മൂക്കിന്റെ പാലമൊക്കെ അവിടെ തകർന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് മാർട്ടിനൊരു ഫോൺ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണോ തന്റെ കാണാതെ പോയ ഫോൺ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞു, ആ അതെ സാറേ ഇത് തന്നെയാ, ഇതാ എന്റെ ഫോണെന്ന് പറഞ്ഞു. തന്റെ ബൈക്ക് താൻ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന് കുറച്ച് നിയമ നടപടികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് മതി സാറേ. ഫോണിന്റെ കാര്യത്തിലും അങ്ങനെയാ, ഞങ്ങൾക്ക് പോലീസുകാർക്ക് ഈ തൊണ്ടു മുതലൊന്നും വേണ്ട, എനിക്കറിയാലോ. അതെനിക്കറിയാം സാറേ, അതിനുശേഷം മാത്രം തന്നാ മതി, നിയമ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. എന്നാ ശരി, താൻ പോയിക്കോ, എന്തെങ്കിലും ആവശ്യത്തിന് വിളിപ്പിച്ചിട്ടുണ്ടേ വരണമെന്ന് പറഞ്ഞു. വരാ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ അവനങ്ങോട്ട് പോയി. ആ സമയത്ത് എ മാർട്ടിൻ പറഞ്ഞു, കൊള്ളാലോ ആ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ സാറേ, അവന്റെ കഥകളൊക്കെ വായിച്ചാൽ കോരിത്തരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എടോ, കോരിത്തരിച്ചു തനിക്ക് നാണോ ഇല്ലടോ ഇങ്ങനെ പറയാനായിട്ട്? ഒന്നും അല്ലെങ്കിലും താൻ പോലീസുകാരനല്ലേ? അവൻ ഒന്നാന്തരം ഒരു കൊടും കുറ്റവാളിയാ. എന്നിട്ടാണ്, വെറുതെ അല്ല ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ. കാരണം ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികളോട് അവർക്കൊരു ആരാധനയും കാര്യങ്ങളൊക്കെ കൂടുതലാ. അപ്പോഴാണ് തന്നെപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, അവൻ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ അവനെ കൂമ്പിടിച്ച് വാട്ടത്തോളും, അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ CI മാർട്ടിൻ പറയാണ്. പിന്നീട് കിരണ് സരുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും താര ഉണ്ടായിരുന്നു അവിടെ. താരയോട് എന്താ ആന്റി, സരു എന്നെ കാണണമെന്ന് പറഞ്ഞ്, എനിക്ക് ഒന്നാമത്തെ കാര്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു പറഞ്ഞു. താര ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിക്കുക. എന്താ ആന്റി, ആന്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തേലും പ്രശ്നമുണ്ടോ, അവൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെന്താ, അവള് മുകളിലത്തെ മുറിയിലുണ്ടെന്ന് ഞാൻ കാണിക്കുകയാണ്. അല്ല ഞാനോടത്ത് ആന്റിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പം ഇനി അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണെന്ന്. പഴയതുപോലെയൊന്നുമല്ല, അവൾക്ക് നല്ല മാറ്റമുണ്ട്. അല്ലേ ആന്റി എന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറയണം. താരയ്ക്കുള്ള സത്യാവസ്ഥ തുറന്നു പറയാൻ പറ്റില്ല. താരയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സരയു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. എനിക്ക് കിരണിനെ സ്വന്തമാക്കണമെന്ന്. ഈ കാര്യങ്ങളെങ്ങാനും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ഞാൻ പിന്നെ അമ്മയായിട്ട് കാണത്തില്ല. ഒരിക്കലും അമ്മയുടെ മനസ്സിലുള്ള സത്യങ്ങൾ പുറത്തു പറയല്ലെന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ താരയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കല്യാണി പാവമാണ്. കല്യാണി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിട്ട് ഇവനെ സ്വന്തമാക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, തൻ്റെ മോള്. പക്ഷെ തനിക്കത് ഇവനോട് പറയാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് കിരൺ പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മോളത്തെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം സരയു ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് ജനലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. സരയുവിന്റെ മനസ്സിലേക്ക് കിരണായിരുന്നു ഉണ്ടായിരുന്നത്. കിരൺ തന്റെ മോളെ കൊഞ്ചിക്കുന്നു, ഉമ്മ വെക്കുന്നു, താനും അവനും കൂടെ പുറത്തു പോകുന്നൊക്കെ രംഗങ്ങള്. അപ്പോഴേക്കാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. കിരൺ വന്നു കഴിഞ്ഞപ്പം സരയു ഇങ്ങനെ കിരണിനെ തന്നെ നോക്കുവാണ്. ആ സമയത്ത് കിരൺ ചോദിച്ചു, എന്താടി സരയു, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? എനിക്ക് നല്ല തിരക്കുള്ള സമയമായിരുന്നു, പക്ഷെ നീ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞാൻ വന്നേന്നൊക്കെ പറഞ്ഞു. ആ സമയം സരയു ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. നീ എന്താ ചിന്തിക്കണേ? നിന്റെ അമ്മയും താഴെ ഭയങ്കര ആലോചനയിലായിരുന്നു, അതുപോലെ തന്നെയാണോ നീയും? നിനക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ നീ എന്നെ എന്തുകൊണ്ടാ കാണാൻ വരണമെന്ന് പറഞ്ഞേ? എന്താ എന്നെ വിളിപ്പിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സരയു പറഞ്ഞു, അത് പിന്നെ എനിക്ക് നീ കാര്യം എന്താ വെച്ചാൽ പറ. നിനക്കറിയാലോ എൻ്റെ കുഞ്ഞിനിപ്പോൾ അച്ഛനില്ല, കാരണം ഒരു ക്രിമിനലാണ് അവളുടെ അച്ഛന്. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് ക്രിമിനലാന്ന് പറയാനായിട്ട്. അവൻ്റെ കാര്യം തീരണം. ഒരിക്കലും എൻ്റെ കുഞ്ഞിന് അച്ഛനാവാനായിട്ട് അവൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണോ കാര്യം? അതിനു വേണ്ടിയിട്ടാണ് നീ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. കിരൺ, നിനക്കറിയാലോ അവൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞിന് അച്ഛനായിട്ട് ഒരാൾ വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കുഞ്ഞിനെ നിനക്ക് മോളായിട്ട് കരുതാൻ പറ്റുമോ? മോളെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, നീ എന്ത് ചോദ്യമായി ചോദിക്കണേ? എൻ്റെ കല്ലിമോനെ പോലെ തന്നെ ഞാൻ അവളെ കാണില്ലെന്ന് ചോദിച്ചു. സരുവിൻ്റെ ദുരിതാശ്വാസം കിരണിന് അറിയത്തുണ്ടായിരുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, അവൾ എൻ്റെ മോള് തന്നെയാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലേ അവളെ കാണുന്നേ. അപ്പോഴേക്ക് സരു ചോദിച്ചു, സത്യമാണോ? നീ അവളെ മോളായിട്ടാണോ കാണുന്നതെന്ന് ചോദിച്ചു. അതിനെന്താ സംശയം? ഇനി വേണേ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എൻ്റെ പേര് അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ചേർത്തു, എന്നാലും എനിക്ക് പ്രശ്നമില്ല, നല്ലൊരു കാര്യം തന്നെയല്ലേ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പം സരി പറഞ്ഞു, ഇപ്പം എനിക്കൊരു സമാധാന സന്തോഷമൊക്കെ ആയി. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ നിന്നോട് ഞാൻ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. നിനക്ക് 10-27 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇത്ര ചെറിയ പ്രായമാ. ഈ പ്രായത്തിലെ വിധവയെ പോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരണം.
മോളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, എൻ്റെ മനസ്സിലും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ദുഷ്ടനായ ഒരുത്തനെ കയറി വന്നത്, അതോടുകൂടി ജീവിതം പോലെ ഞാൻ വെറുത്തുപോയി. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നീ പറഞ്ഞതിനോട് ഞാനീ യോജിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ആണോ? അങ്ങനെയാണെങ്കിൽ ആരാ? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും നമുക്ക് ആ ആലോചന നടത്താം. ഈ വിഷുവിന് നിങ്ങളെ തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞു. അല്ല, ആളാരെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയു ചോദിച്ചു, വാക്കാണോ? നീ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. നീ ആളാരെന്ന് പറ. പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട് സമ്മതിക്കാം. ഞാൻ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കാം. അത് കിരണേ, നീ വിചാരിച്ചാൽ മാത്രം മതി, ഒന്നിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ശരി, എന്നാ നീ എൻ്റെ കൈ സത്യം ചെയ്ത് പറ എന്ന് പറഞ്ഞു. ഒടുവിൽ കിരൺ സത്യം ചെയ്ത് കൊടുക്കുകയാണ് ഈ വിഷുവിന്. അവളുടെ മനസ്സിലുള്ള ആരാണോ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാന്ന്. അങ്ങനെ സത്യം ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, നിനക്കറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാണ്. നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തായി. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മനോഹർ വന്നേ. കല്യാണം കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കിരണിന്റെ മുഖം മാറാൻ തുടങ്ങി. പിന്നീട് സരയു പറഞ്ഞു, ഇത് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് നീയാ കടന്നു വരുന്നേ. എൻ്റെ മനസ്സിലിപ്പോ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ, അത് നിന്റെ മുഖമാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞെട്ടിത്തെറിച്ചിരിക്കുക കിരണ, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.